ഹലോ, വെൽക്കം ടു ജസ്നാസ് Cookbites. ഇന്ന് നമുക്ക് ഒരു നത്തോലി പീരയുടെ റെസിപ്പി നോക്കാം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന മീൻ പീരയിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത്. ടേസ്റ്റും എൻ്റയർലി ഡിഫറെൻ്റാണ്. ഇത് ഒരു ഐറ്റം മാത്രം മതി നമുക്കൊരു പാത്രം ചോറുണ്ണാനായിട്ട്, വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ നത്തോലി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ നത്തോലി മുഴുവനായിട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മുള്ള് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. അതിൻ്റെ ആ ഫ്ലഷ് മാത്രമായിട്ട് എടുത്താലും മതി. ഇതുപോലെ ഒരു നത്തോലി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പൊളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആ മുള്ളെടുത്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. ശരിക്ക് ഫുള്ളായിട്ടുള്ള നത്തോലി കഴിക്കുന്നതാണ് നല്ലത്, കാരണം ആ മുള്ളൊക്കെയാണ് നമുക്ക് കാൽസ്യമൊക്കെ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് ഫുള്ളായിട്ട് എടുക്കണമെങ്കിൽ എടുക്കുക, അതല്ലെങ്കിൽ ഇതുപോലെ മുള്ളു മാറ്റിയിട്ടുള്ള ആ ഫ്ലഷ് മാത്രം എടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം. കുറച്ച് മുളക് പൊടിയാണ് ഞാൻ ആദ്യം ചേർക്കുന്നത്. നമ്മൾ സാധാരണ മീനിലേക്ക് മസാല പറ്റുന്ന അത്ര മുളക് പൊടി വേണ്ട കേട്ടോ, അതിൻ്റെ പകുതി മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചത്, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, നമുക്ക് ഈ മീനിൽ മസാല വരട്ടാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഈ മസാലയൊക്കെ മീനുമോ ഒന്ന് ഇതുപോലെ ഒന്ന് തിരുമ്പി പിടിപ്പിക്കാം. ഇനി നമ്മൾ ഈ മസാല പരട്ടി വെച്ച മീൻ ചുരുങ്ങിയത് ഒരു 20 മിനിറ്റെങ്കിലും നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. കുറച്ച് സമയം കൂടുതൽ വെച്ചാൽ നല്ലത്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഒന്ന് നന്നായിട്ട് അവിടെ നിന്ന് മാരിനേറ്റ് ആവട്ടെ. അതിനുശേഷം ഇതുപോലെ ഒരു ചീനിച്ചട്ടിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ മസാല പറ്റിയിട്ടുള്ള മീൻ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. നമ്മൾ സാധാരണ മീൻ പൊരിച്ചെടുക്കൂലേ, അതുപോലെ ഫ്രൈ പാനിൽ നിരത്തി വെച്ച് പൊരിച്ചെടുത്താലും മതി. ഈസിയാക്കി പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഫിഷ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ നല്ല ക്രിസ്പായിട്ട് വറുത്തെടുക്കേണ്ട കേട്ടോ. അതെ, ഇതുപോലെ ആയിരിക്കണം നമ്മൾ വറുത്തെടുക്കേണ്ടത്. അതായത് ആ ഇത്തിരി ഫ്ലഷി ആയിരിക്കണം, എന്നാൽ വല്ലാതെ അങ്ങ് ക്രിസ്പാവാനും പാടില്ല. പക്ഷേ മീൻ മുരിഞ്ഞിട്ടുണ്ടാവുകയും വേണം. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കുമ്പോൾ നമുക്കിതുപോലെ പൊരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മീനും കൂടിയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓയിലിലാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇപ്പോൾ വേറൊരു അടുപ്പത്തേക്ക് ഞാൻ മീൻ പൊരിക്കുന്നത് മാറ്റി അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഞാൻ ഒരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ഉണ്ടല്ല, ഇനി ഈ ചെറിയുള്ളി ഒന്ന് നന്നായിട്ട് നമുക്ക് ഇട്ടിട്ടൊന്ന് നന്നായി വാട്ടിയെടുക്കണം. വാടി ഒന്നിങ്ങനെ മുരിഞ്ഞു വരണം. അപ്പോൾ അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ചെറിയുള്ളി ഒന്ന് വാട്ടിയെടുക്കാം. ചെറിയുള്ളി വാടി വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. ഞാൻ മസാല, അതായത് മീൻ മസാല പറ്റുന്ന സമയത്ത് പറഞ്ഞു, സാധാരണ നമ്മൾ മീനിൽ മസാല പറ്റുന്ന അത്രയും മുളക് പൊടി ചേർക്കേണ്ടതാണ്. കാരണം നമുക്ക് ഈ ഒരു ഉണക്കമുളകിൻ്റെ ടേസ്റ്റാണ് അതിലേക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എരിവിനുള്ള കുറച്ച് ഉണക്കമുളക് നമുക്ക് ചേർക്കാം. ഇനി ഇതുപോലെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് നന്നായിട്ട് ഈ ഉള്ളിയും ഉണക്കമുളകും നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ഞാൻ നാടൻ മുളകാണ് എടുത്തിട്ടുള്ളത്, കാശ്മീരി ചില്ലി ഒന്നുമല്ല, നമ്മൾ സാധാരണ ഉണക്കമുളകാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് തീ ഓഫാക്കി ഇതവിടെ ഇരുന്നൊന്ന് ചൂടാറട്ടെ. ചൂടാറിയ ശേഷം ഉണക്കമുളകും ഉള്ളിയും ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം, ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി, നമ്മുടെ കോൽപ്പുളി ഉണ്ടല്ലോ, അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കറക്കിയെടുക്കാം, ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ അരയ്ക്കൊന്നും വേണ്ട. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പ് നാളികേരമാണ് ഞാൻ ചേർക്കുന്നത്. ചിലർക്ക് നന്നായിട്ട് മീൻ പീരയിൽ നല്ലോണം നാളികേരം വേണം, അതായത് മീൻമൊക്കെ നന്നായിട്ട് പൊതിഞ്ഞിരിക്കുന്ന പരുവത്തിൽ വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നാളികേരം കൂട്ടാം. പക്ഷേ ഒരു 3/4 കപ്പ് എന്തായാലും 1 കിലോ മീനിലേക്ക് വേണ്ടി വരും. ആവശ്യത്തിന് ഉപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത ശേഷം ഒന്നും കൂടി ഇതിനൊന്ന് ചമ്മന്തി പരുവത്തിലൊന്ന് ചതച്ചെടുക്കാം. അരക്കരുത്, ഇതുപോലെ ചമ്മന്തി പരുവത്തിൽ വേണം നമ്മളൊന്ന് ചതച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പം നമ്മുടെ ചമ്മന്തിൻ്റെ കണ്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള നമ്മുടെ നത്തോലി ഉണ്ടല്ലോ, ആ നത്തോലി ഒരു
ചൂട് കട്ടിയുള്ള പാത്രത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ചട്ടിയിലോ ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചമ്മന്തി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ തീ കത്തിച്ചിട്ടില്ല കേട്ടോ. അപ്പം മീൻ പൊരിച്ചെടുത്തതിൻ്റെ കൂടെ ചമ്മന്തിയും കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് നമ്മൾ ഈ മീനും ചമ്മന്തിയും കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണയിലാണ് ഫിഷ് ഫ്രൈ ചെയ്തതെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് പിന്നെ വെളിച്ചെണ്ണ ചേർക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ഓയിലല്ലേ ഫ്രൈ ചെയ്തത്, അതുകൊണ്ടാണ്. ഇനി ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി തീ കത്തിച്ചിട്ട് ഇതുപോലെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റെങ്കിലും മൂടി വെച്ചിട്ട് നമ്മൾ ഇതിനെ കുക്ക് ചെയ്യണം. ചതച്ച ചമ്മന്തിയിലൊക്കെ ഒന്ന് ആവിയൊക്കെ കയറി ആ മീനിലേക്ക് ആ ടേസ്റ്റൊക്കെ ഒന്ന് പിടിച്ച് നല്ല അടിപൊളിയായിട്ടുള്ളതിൽ വരും. അപ്പോൾ ഇതേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറക്കാം കേട്ടോ. അതിന് ആ ഒരു ആവിയൊക്കെ ഒന്ന് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വെറൈറ്റി സ്റ്റൈലിലുള്ള ഒരു മീൻ പീര. ഇതിപ്പോൾ ഞാൻ നത്തോലിയില്ലേ ചെയ്തത്. നിങ്ങൾക്കിത് ചെറിയ മത്തിയിലും ചെയ്യാം കേട്ടോ. ചെറുമീനുകളിൽ ഇങ്ങനത്തേൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന മീൻ പീരയല്ല, ആ ഒരു സ്റ്റൈലല്ല നമ്മളിത് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് ഈ ഒരു ഡിഷ് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനായിട്ടും ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത്.